ജിമ്മിൽ വന്നതിന് ശേഷം നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BMI ആണ് നമ്മുടെ പണ്ടത്തെ മെത്തേഡ്. പക്ഷേ ജിമ്മിൽ BMI അല്ല നമ്മൾ നോക്കാറ്. നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, നിങ്ങളുടെ മെഷർമെൻറ്റിലുള്ള ഡിഫറൻസ്, നിങ്ങളുടെ ഫിറ്റ്നസ്, ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുക. ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരാൾക്ക് ഒരു 19% നമ്മൾ ഐഡിയലി പറയുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. ഈ 19% നമുക്ക് എത്രത്തോളം മസിൽ മാസ് നമ്മുടെ ബോഡി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് നമ്മളെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ഇപ്പം ഞാൻ 173 ഹൈറ്റ് ഉണ്ട്, എൻ്റെ വെയിറ്റ് 83 വരുന്നുണ്ട്. BMI പ്രകാരം ഞാൻ 173 കൂടുതൽ വരാൻ പാടില്ല. അപ്പം ഞാൻ ഓവർ വെയിറ്റ് ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ BMI എന്ന് പറയുന്നത് എന്താണ്? തെറ്റായി ഭവിക്കും. ബോൺ ഡെൻസിറ്റി ഹൈ ആയ ഒരാളുടെ വെയിറ്റ് എങ്ങനെ പോയാലും ഒരു 7-8 കിലോ അധികം വരും. ഇപ്പം എനിക്ക് ബോൺ ഡെൻസിറ്റി കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് 90 kg മുകളിൽ പോകും. അപ്പോൾ BMIൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഇതാണ്. ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബോഡി മെഷർമെൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ ഇഞ്ചസിൽ വരുന്ന മാറ്റം, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെന്നിനൊരു V ഷേപ്പ് ഉണ്ടാവും, ഫീമെയിലിന് ഒരു കേർവ് ഷേപ്പ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെൻ്റ് എടുത്തിട്ട് ഗൂഗിളിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി ആണോ, ടോൺഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബോഡിയാണോ ഇല്ലെന്ന് അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഒരു 95% ഇത് കറക്റ്റായിട്ട് വരാറുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. മറ്റൊരു മെത്തേഡാണ് നിങ്ങൾ ജിമ്മിൽ എടുക്കുന്ന വെയിറ്റ് നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് സമ്മാനിച്ചത്, അതായത് നിങ്ങൾക്ക് പ്രോഗ്രസീവായിട്ട് കൂടുതൽ വെയിറ്റ് എടുക്കാൻ സാധിച്ചോ. ഈ പറഞ്ഞ മെത്തേഡിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രോഗ്രസ് അതിൽ നിങ്ങൾക്ക് വിലയിരുത്താം.